വാൽമീകീയ രാമായണത്തിൽ അരണ്യകാണ്ഡത്തിൽ 59 സർഗം കഴിഞ്ഞു. അവിടെ ഒടുവിൽ സീതയെ ഒറ്റയ്ക്കാക്കി നീ വന്നതൊട്ടും ശരിയായില്ല എന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്ന ഭാഗമാണ് ഒടുവിൽ. 60 വൃഷമാവ്രജമാനസ്യ തസ്യാധോ വാമലോചനം പ്രാസ്ഫുരച്ചുസ്ഖലദ്രാമോ വേപധുശ്ചാപ്യജായതേ. വേപധുഃ ച അപി അജായത. അസ്യ എന്നായാലും പാഠഭേദം എടുത്തോളൂ. അപി അജായത എന്നാവാം, അല്ലെങ്കിൽ അസ്യ അജായത, രണ്ടായാലും കുഴപ്പമില്ല. അപ്പം അവിടെ ഈ ഭാഗം വാൽമീകീയ രാമായണത്തിൽ ഇവിടെ മാത്രമല്ല പല സന്ദർഭങ്ങളിലും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാശയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അതുതന്നെ ആവർത്തിക്കും. ആദ്യം ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞതിനെ അടുത്തതിൽ വിസ്തരിച്ച് പറയും. അപ്പോൾ പറഞ്ഞു തന്നെ പറയും. അത് ഇവിടെ മാത്രമല്ല പല സന്ദർഭങ്ങളിൽ അതുണ്ട്, ഇനി മേലിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ദശരഥൻ രാമനെ വിളിച്ചു വരുത്തി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പറയും ദശരഥൻ രാമനെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ രണ്ടാമത് പറയുമ്പോൾ വിസ്തരിച്ചാൽ പറയുക. അതാണ് രാമായണത്തിൻ്റെ ഒരു ശൈലി. ഇവിടെ ശ്രീരാമൻ മാരീചനെ നിഗ്രഹം ചെയ്ത് മടങ്ങി വന്നതും പർണശാല മുഴുവൻ അന്വേഷിച്ചിട്ടും സീതയെ കാണാതെ ദുഃഖിതനായതും ലക്ഷ്മണനോട് നീ ചെയ്തതൊട്ടും ശരിയായില്ല എന്ന് പറഞ്ഞതും ഗത്യന്തരമില്ലാതെ വരാൻ നിർബന്ധനായതാണ് താനെന്ന് ലക്ഷ്മണൻ പറഞ്ഞതും ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ ഭാഗം വീണ്ടും വരികയാണ്. നോക്കൂ, വളരെ വേഗതയിൽ മടങ്ങി വരുന്നവനായ രാമന്, എവിടുന്ന് മടങ്ങി വരുന്നവനായ? മാരീച നിഗ്രഹാനന്തരം മടങ്ങി വരുന്നവനായ രാമന് തസ്യ അധോവാമലോചനം പ്രാസ്ഫുരത്. ഇടത്തെ കണ്ണിൻ്റെ അടിഭാഗം വിറച്ചു, സ്ഫുരിച്ചു. ഇടത്തെ കണ്ണിൻ്റെ അടിഭാഗം സ്ഫുരിച്ചു എന്ന് പറഞ്ഞാൽ ലക്ഷണജ്ഞന്മാർ പറയാം എന്തോ ഒരു മോശം നടക്കണമെന്നാണ്. എന്ന് മാത്രമല്ല, രാമ അസ്ഖലത്. രാമൻ നടക്കുമ്പോൾ ഒന്ന് കാല് തെന്നിപ്പോയി. സാധാരണ ഉറച്ച കാൽവെപ്പുകളുള്ള ആളാണ് രാമൻ, ഒരിക്കലും പതറുന്ന ആളല്ല. പക്ഷേ രാമന് നടത്തത്തിൽ ഒന്ന് വഴുതിപ്പോയി. അസ്ഖലത്, വഴുതിപ്പോയി. മാത്രമല്ല വേപധുഃ ച അജായത, ദേഹത്തിന് വിറയലും ഉണ്ടായി. അപ്പോൾ കാല് വഴുതി, ദേഹം വിറച്ചു, ഇടത്തെ കണ്ണിൻ്റെ താഴ്ഭാഗം സ്ഫുരിച്ചു. എന്നിട്ടോ ഉപാലക്ഷ്യ നിമിത്താനി സോശുഭാനി മുഹുർമുഹു അപി ക്ഷേമം നു സീതായ ഇതി വൈവ്യാജഹാര ച. സഹ മുഹുഹു മുഹുഹു അശുഭാനി നിമിത്താനി ഉപാലക്ഷ്യ. അയാൾ അശുഭങ്ങളായ നിമിത്തങ്ങളെ ലക്ഷീകരിച്ചിട്ട്, ഈ നിമിത്തങ്ങളൊക്കെ വളരെ മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? സീതായ ക്ഷേമം അപിനു ഇതി വ്യാജഹാര. സീതയ്ക്ക് ക്ഷേമം തന്നെ അല്ലേ
എന്തോ ഒരു ക്ഷേമമല്ലായ്മ സീതയ്ക്ക് വന്നുകൂടിയിട്ടുണ്ടോ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു രാമൻ. വ്യാജഹാര. കാടായതുകൊണ്ട് ആരും കേൾക്കൂലല്ലോ. നാട്ടിലാണെങ്കിൽ അങ്ങനെ ഒച്ചത്തിൽ ആരും വിളിച്ചു പറയില്ല. കാടായതുകൊണ്ട് പ്രശ്നമില്ല, സീതയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ത്വരമാണോ ജഗാമാഥ സീതാദർശനലാലസഃ ശൂന്യമാവസധം ദൃഷ്ട്വാ ബഭൂവോദ്വിഗ്നമാനസഃ. വളരെ വേഗതയോടുകൂടി സീതയെ കാണുവാനുള്ള ലാലസതയോടുകൂടി, തിരക്കോടുകൂടി സഞ്ചരിച്ച് ശൂന്യമായ പർണശാല കണ്ടു. അതോടുകൂടി ശ്രീരാമൻ ഉദ്വിഗ്നമാനസനായി തീർന്നു. ഞെട്ടിയ മനസ്സോടു കൂടിയവനായി തീർന്നു. ഉദ്വേഗം മൂത്ത മനസ്സോടു കൂടിയവനായി തീർന്നു. ഉദ്ഭ്രമന്നിവ വേഗേന വിക്ഷിപൻ രഘുനന്ദനഃ തത്ര തത്രോടജസ്ഥാനം അഭിവീക്ഷ്യ സമന്തതഃ ദദർശ പർണശാലാം ച സീതയാ രഹിതാം തദാ ശ്രിയാ വിരഹിതാം ധ്വസ്താം ഹേമന്തേ പത്മിനീമിവ. ഉദ്ഭ്രമന്നിവ വേഗേന. ഉദ്ഭ്രമൻ, ഭ്രമൻ എന്ന് പറഞ്ഞാൽ ഭ്രമിച്ച് നടക്കുന്നവനാണ്. ഉദ്ഭ്രമിച്ചാൽ മുകളിലേക്ക് ഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പം നമുക്കതിന് താല്പര്യാർത്ഥം മനസ്സിലാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പരിഭ്രമിച്ചിട്ട്. അവിടെ കാണുന്നില്ല, അപ്പം അങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് കണ്ട് പിന്നെ അവിടെ തന്നെ നോക്കുക. അതാണ് ഉദ്ഭ്രമൻ. ഒരു സ്ഥലത്ത് ആളില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെയും നോക്കുക. അങ്ങനെ ഉദ്ഭ്രമിച്ച് വേഗേന വിക്ഷിപൻ, വിക്ഷേപം വന്നവനായിട്ട്, മനസ്സ് തളർന്നവനായിട്ട് രാമൻ ഉടജസ്ഥാനം, ആ പർണശാലയുടെ പരിസര പ്രദേശം സമന്തതഃ അഭിവീക്ഷ്യ, മുഴുവൻ നോക്കിയിട്ടും എന്തുണ്ടായി? പർണശാലാം സീതയാ രഹിതാം ദദർശ, സീതയാൽ രഹിതമായ പർണശാലയെയാണ് കണ്ടത്. അവിടെയൊക്കെ പരിശോധിച്ചിട്ടും സീത ഇല്ല. മാത്രമല്ല, സീത മാത്രമല്ല ഇല്ലാത്തത്, ശ്രിയാവിരഹിതാം, ഐശ്വര്യവുമില്ല. സീതയുമില്ല, ഐശ്വര്യവുമില്ല. അങ്ങനെയുള്ള പർണശാലയെയാണ് കണ്ടത്. ഏതുപോലെ? ഹേമന്തകാലത്തിലെ താമരപ്പൊയ്ക പോലെ. അപ്പോൾ ഹേമന്തകാലം വരുമ്പോൾ, ആ തണുപ്പിൻ്റെ ആരംഭം അങ്ങനെ വരുമ്പോൾ മഞ്ഞുകൾ വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ താമരയൊക്കെ വാടി കൂമ്പി ചീഞ്ഞ് കിടക്കും. പിന്നെ വീണ്ടും താമര വരണമെങ്കിൽ തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞ് വരണം. വീണ്ടും വസന്തത്തിൻ്റെ ആരംഭം വരണം. അപ്പോൾ ഹേമന്താരംഭത്തിലുള്ള താമര പൊയ്ക പോലെ ആയിപ്പോയി ആ പർണശാല പ്രദേശം. നോക്കൂ, എന്തൊരു സുന്ദരമായ വർണ്ണനകളും ഭാഷകളും ഉപമകളും. രുദന്തമിവ വൃക്ഷൈശ്ച മ്ലാനപുഷ്പ മൃഗദ്വിജം ശ്രിയാവിഹീനം വിധ്വസ്തം സംത്യക്തവനദേവതം വിപ്രകീർണാജിനകുശം വിപ്രവിദ്ധഭൃസീകടം ദൃഷ്ട്വാ ശൂന്യം നിജസ്ഥാനം വിലലാപസു ദുഃഖിതഃ. നിജസ്ഥാനം ശൂന്യം, സ്വന്തം സ്ഥാനം, സ്വന്തം പർണശാല ശൂന്യമായി കിടക്കുകയാണ്. രുദന്തം ഇവ വൃക്ഷൈഹി,
കരയുന്ന വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടതായിട്ട്. ഇപ്പോൾ ചുറ്റുപാടുള്ള മരങ്ങളൊക്കെ കരയുകയാണ് എന്ന് തോന്നുകയാണ് രാമന്. ഇപ്പോൾ ചുറ്റുപാടുള്ള എല്ലാ മരങ്ങളും കരയുന്നു. മ്ലാന പുഷ്പമൃഗദ്വിജം, പുഷ്പങ്ങൾ, മാനുകൾ, പക്ഷികൾ എല്ലാം മ്ലാനഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാം വാടിയിട്ടുണ്ട്. പുഷ്പങ്ങൾ വാടി, മാനുകൾ വാടി, പക്ഷികൾ വാടി, എല്ലാം വാടിക്കിടക്കുക. ശ്രിയാവിഹീനം, ഐശ്വര്യമില്ല, ഐശ്വര്യം മുഴുവൻ പോയി ഒഴിഞ്ഞു. വിധ്വസ്തം, വിധ്വസ്തമായിരിക്കുന്നു, ധ്വംസിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു പിടിയും വലിയൊക്കെ നടന്നല്ലോ രാവണനും സീതയും തമ്മിൽ. അപ്പം അതുകൊണ്ട് വിധ്വസ്തമാണ്. സംത്യക്ത വനദേവതം, വനദേവതകളൊക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുക അവിടുന്ന്. അപ്പോൾ വനദേവതകളൊന്നുമില്ല, എല്ലാ വനദേവതകളും ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. വിപ്രകീർണാജിനകുശം, അജിനവും, അജിനം മാൻതോല്, കുശം ദർഭ, ഇതൊക്കെ വിപ്രകീർണമായി കിടക്കുകയാണ്, ചെതറിക്കിടക്കുകയാണ്. അപ്പോൾ ചെതറിക്കിടക്കണമെങ്കിൽ അവിടെ നല്ലൊരു പിടിയും വലിയും നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. സീതയ്ക്ക് രാവണനോട് അങ്ങനെ ബലം ചെയ്യാനൊന്നും സാധിക്കില്ലെങ്കിലും ആവണതൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ചെതറിക്കിടക്കുന്നു. വിപ്രവിദ്ധ ഭൃസീകടം, വിപ്രവിദ്ധം കീറിയിട്ടുണ്ട്. എൻ്റെ ഭൃസി, ഈ ദർഭ കൊണ്ടുണ്ടാക്കിയ ആസനം. കടം എന്ന് പറഞ്ഞാൽ പായാണ്. അപ്പോൾ പുൽപ്പായ, ഇത് ദർഭ കൊണ്ടുണ്ടാക്കിയ പുൽപ്പായി, അത് കീറിപ്പോയിട്ടുണ്ട്. സുദുഃഖിത, ഇത്രയും കണ്ടപ്പോഴത്തേക്ക് രാമൻ സുദുഃഖിതനായി വിലലാപ, ഒച്ചത്തിൽ കരയാൻ തുടങ്ങി, വളരെ ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. ഹൃതാമൃതാവാ നഷ്ടാവാ ഭക്ഷിതാവാ ഭവിഷ്യതി നിലീനാപ്യഥവാ ഭീരു അഥവാ വനമാശ്രിത. ഓഹ്, എന്താ സംഭവിച്ചേ? ഹൃതാ, ഹരിക്കപ്പെട്ടവൾ, ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. മൃതാ, കൊല്ലപ്പെട്ടവളായിരിക്കുന്നു, അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ടുണ്ട്. നഷ്ട, നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഭക്ഷിത, അല്ലെങ്കിൽ ഏതോ രാക്ഷസന്മാർ പിടിച്ച് ഭക്ഷിച്ചിട്ടുണ്ടാവാം, ഭക്ഷിതയായിരിക്കുന്നു. അഥവാ നിലീന, ഒളിപ്പിക്കപ്പെട്ടവൾ, എവിടെയോ ഒളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് വനമാശ്രിത, ഈ വനത്തെ ആശ്രയിച്ച് കഴിഞ്ഞ സീതയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് രാമൻ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഗതാഭിചേതും പുഷ്പാണി ഫലാന്യപി വാ പുനഃ അഥവാ പത്മിനീം യാത ജലാർത്ഥം വാ നദീം ഗത. അല്ല, പുഷ്പങ്ങൾ വിച്ഛേദം ഗത, പുഷ്പങ്ങൾ സഞ്ചയിക്കാൻ വേണ്ടി പോയതാണോ? പുഷ്പം സ്വരൂപിക്കാൻ വേണ്ടി പോയതാണോ? അങ്ങനെ ആവാലോ. അതല്ല, ഫലാനിയപി വിച്ഛേദം, പഴങ്ങൾ പെറുക്കാൻ വേണ്ടി പോയതാണോ? അങ്ങനെയാവാം. അഥവാ പത്മിനിയും യാത, അല്ല താമര പൊയ്കയിലേക്ക് പോയി അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താമര പൂ പറിക്കാൻ വേണ്ടി പോയതാണോ? എന്താണ്? ജലാർത്ഥം വാ നദീം ഗത, അല്ല വെള്ളം എടുക്കാൻ പുഴയിൽ പോയോ? ഇതൊക്കെ ആവാം. ഇതൊന്നും പതിവില്ല, ഇതൊക്കെ ലക്ഷ്മണനാ ചെയ്തു കൊടുക്കുക. സീതയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. എന്നാലും ഒരാളെ കാണാതാവുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുക. അതാണ്. യന്മാമൃഗ യമാനസ്തു നാസസാദവനേ പ്രിയം ശോകരക്തക്ഷണശോകാത് ഉന്മത്ത ഇവ ലക്ഷ്യതേ. വനേ യത്നാത് മൃഗയമാണഃ അപി പ്രിയാം ന ആസസാദ. കാട്ടിൽ വളരെ അന്വേഷിച്ചിട്ടും തൻ്റെ പ്രിയപ്പെട്ട പത്നിയെ അയാൾ കണ്ടില്ല, രാമൻ കണ്ടില്ല. ശോകാത് ഉന്മത്ത ഇവ
ശോകരക്തക്ഷണ ലക്ഷ്യതേ. ശോകത്തിൻ്റെ ആധിക്യം കൊണ്ട് ഉന്മത്തനെ പോലെയായിട്ട്, ഭ്രാന്തനെ പോലെയായിട്ട് ശോകരക്തക്ഷണ ലക്ഷ്യതേ. ശോകം കൊണ്ട് രക്തമായ ചുമന്ന ഈക്ഷണങ്ങളോട്, കണ്ണുകളോട് കൂടിയവനായിട്ട് രാമൻ കാണപ്പെട്ടു. ചുമന്ന കണ്ണുകളോടുകൂടി, ശോകം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് ആ രീതിയിൽ ചുമന്ന് തുടുത്ത കണ്ണുകളോടുകൂടിയായി തീർന്നു രാമൻ. ഭ്രാന്തനെ പോലെ പെരുമാറി രാമൻ. അവിടെ ഉന്മത്ത ഇവ എന്നൊരു പ്രയോഗമുണ്ട്, ഇവ. അപ്പോൾ ശോകരക്തേക്ഷണ ഇവ, ശോകം കൊണ്ട് ശോകരക്തേക്ഷണനെ പോലെ, ഉന്മത്ത ഇവ, ഉന്മത്തനെ പോലെ രാമൻ കാണപ്പെട്ടു. വാസ്തവത്തിൽ അതൊന്നും അല്ല, പക്ഷെ അങ്ങനെയൊക്കെ കാണപ്പെട്ടു എന്നൊരു ദ്വയാർത്ഥം അവിടെ മനസ്സിലാക്കാം. വൃക്ഷാദ് വൃക്ഷം പ്രധാവൻസ് ഗിരീശ്ചാദ്രിം നദീം ബഭൂവ വിലപൻ രാമ ശോകർണവ പരിപ്ലുതഃ. ഒരു മരത്തിൻ്റെ അടുത്തുനിന്ന് അടുത്ത മരത്തിലേക്ക് ഓടിക്കൊണ്ട്, ഒരു പർവ്വതശിഖരത്തിൽ നിന്ന് അടുത്ത പർവ്വതശിഖരത്തിലേക്ക് ഓടിക്കൊണ്ട്, ഒരു നദിയിൽ നിന്ന് മറ്റൊരു നദിയിലേക്ക് ഓടിക്കൊണ്ട് ശോകസമുദ്രത്തിൽ മുങ്ങിയവനായി രാമൻ കരഞ്ഞു. ഇവിടെയൊക്കെ ശരിക്കൊരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ശരിക്കും രാമൻ അന്വേഷിച്ച് പോകുന്നൊരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. അപി കച്ചിത്വയാ ദ്രഷ്ട സാ കദംബ പ്രിയാ മമ കദംബ യദി ജാനീഷേ ശംസസീതാം ശുഭാനനാം. ഹേ കദംബ വൃക്ഷമേ, മരത്തോട് ചോദിക്കുകയാണ്, ഹേ കദംബമേ, കദംബപ്രിയയായ എൻ്റെ സീതയെ നീ കണ്ടോ? നിന്നാൽ കാണപ്പെട്ടോ ആ സീത? ശംസ, നീ ഒന്ന് പറയൂ. ശുഭാനനയായ, ശുഭകരമായ മുഖത്തോടു കൂടിയ സുന്ദരിയായ എൻ്റെ പ്രിയപ്പെട്ടവളെ ഹേ കദംബവൃക്ഷമേ നീ കണ്ടോ എന്ന് കദംബത്തോട് ചോദിക്കുകയാണ്. സ്നിഗ്ധ പല്ലവ സങ്കാശ പീതകൗശേയവാസിനി ശംസസ്വയതി വാ ദൃഷ്ട ബില്ലോപമസ്തനി. അല്ലയോ ബില്വമരമേ, കൂവളം, കൂവളത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാ മരങ്ങളോടും ചോദിക്കുക രാമൻ. കൂവളത്തോട് ചോദിക്കുന്നു. സ്നിഗ്ധപല്ലവ സങ്കാശ, മൃദുവായ തളിരില പോലെയുള്ള ദേഹങ്ങളോട് കൂടിയവളും, സ്നിഗ്ധമായ തളിരിളകളോട് കൂടിയവളും, ബില്ലോപമസ്തനി, കൂവളക്കായയുടെ പോലെ മുലകളോട് കൂടിയവളും ആയ പീതകൗശേയവാസിനി സീത, മഞ്ഞപ്പട്ടുടുത്തവളായ സീത, അല്ലയോ ബില്വമരമേ നിന്നാൽ കാണപ്പെട്ടോ? നീ കണ്ടോ? അഥവാർജുന ശംസത്വം പ്രിയാം താമർജുന പ്രിയാം ജനകസ്യ സുതാഭീരു യദി ജീവതി വാനവാ. അല്ലയോ അർജുന, അർജുന വെച്ചാൽ മരുത്, അല്ലയോ മരുത് മരമേ, മരുതിൻ്റെ അടുത്ത് പോയി. അർജുനപ്രിയയായ, മരുതിൻ്റെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവളായ ജനകൻ്റെ പുത്രിയായ ആ ഭീരുവെ നീ കണ്ടോ? അവൾ ജീവനോടുണ്ടോ അതോ ഇല്ലേ? ഒന്ന് പറയൂ. അവിടെ കാണുന്ന ഓരോ മരത്തോടും രാമൻ ചോദിക്കുക. ആ ഒരു മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. അതാ ഉന്മത്ത ഇവ എന്ന് പറഞ്ഞത്, വട്ടുപിടിച്ച പോലെയായി. ഓരോ മരത്തോടും അന്വേഷിക്കുക, ചോദിക്കുക. കകുഭോരും തം വ്യക്തം ജാനാതി മൈഥിലീം യഥാ പല്ലവ പുഷ്പാഢ്യോ ഭാതി ഹ്യേഷ വനസ്പതി.
ഹേ കകുഭ. കകുഭം നേരത്തെ മരുതാണ് അർജുനൻ പറഞ്ഞത്. കകുഭം എന്ന് പറഞ്ഞാൽ നീർമരുത്. അല്ലയോ നിർമരുത് മരമേ. കകുഭോരും. കകുഭോരും. കകുഭം നിർമരുത് എന്നുള്ളത് പോലെ തന്നെ ഉറപ്പില്ല കേട്ടോ, ഒരു തോന്നലാണ്. ഈ ആനയുടെ തുമ്പിക്കൈക്കും കകുഭം എന്ന് പറയുന്ന ഒരു തോന്നലുണ്ട്. ഉറപ്പില്ല, 90% ഉണ്ട് ഇല്ലേ, പറയില്ലേ? കകുഭം ആനയുടെ തുമ്പിക്കൈ. ആനയുടെ തുമ്പിക്കൈ പോലുള്ള തുടകളോട് കൂടിയ, ഉരുക്കളോട് കൂടിയ, തുടകളോട് കൂടിയ മൈഥിലിയെ, സീതയെ നിനക്ക് അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. അവൾ സീത എവിടെയുള്ളതെന്ന് നിനക്കറിയാം. അതാണ്. അതെങ്ങനെ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ബാക്കി വൃക്ഷങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് ക്ഷീണിച്ചിരിക്കുക. പക്ഷേ ഈ ഈ കകുഭം, അതായത് നിർമരുത് പൂത്തിരിക്കുക. അതാണ് പറഞ്ഞത്, പല്ലവ പുഷ്പാഢ്യ ഭവതി. നല്ല തളിരുകളും പൂക്കളും ഉള്ളതായിട്ട് നീ ശോഭിക്കുന്നുണ്ടല്ലോ. അപ്പം നീ സന്തോഷമായി ഇരിക്കണമെങ്കിൽ ഉറപ്പാണെന്ത്? സീത എവിടെയാണുള്ളത് നിനക്കറിയാം. കൽപ്പന നോക്കൂ. മനുഷ്യൻ്റെ നമ്മളൊരു സ്പന്ദനത്തിനനുസരിച്ച് വൃക്ഷങ്ങളിൽ വരുന്ന മാറ്റം, ആ വൃക്ഷങ്ങളിൽ വരുന്ന മാറ്റത്തെ തിരിച്ചറിയുന്ന മനുഷ്യൻ. ഇത് പറഞ്ഞത് ശരിയല്ല, അതിരിക്കട്ടെ. കാരണം സീത എന്തിനാണെന്ന് അറിയില്ല, സീത പോയല്ല, സ്ഥലത്തില്ലല്ലോ. എന്നാലും ആ ഭാഷ ശ്രദ്ധേയമാണ്. ഭ്രമരൈരുപഗീതശ്ച യഥാദ്രുമവരോഹ്യയം ഏഷ വ്യക്തം വിജാനാതി തിലകസ്തിലകപ്രിയാം. അയം ദ്രുമപരഃ തിലകഃ ഭ്രമരൈഃ ഉപഗീതഃ യഥാ ച ഏഷഃ തിലകപ്രിയാം വ്യക്തം വിജാനാതി ഹി. അടുത്തൊരു മരം തിലകവൃക്ഷം. തിലകവൃക്ഷം മയിലള്ള് എന്നാണ് പറയുന്നത്. മയിലള്ള് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാച്ചോ പറയാം. മയിലള്ള് എന്നുള്ള മരം അറിയോ? അങ്ങനെയുള്ള മരമാണ്. അപ്പോൾ ഈ മരത്തിന് എന്തായാലും സീത എവിടെയാണെന്ന് അറിയാം. എന്താ കാരണം വെച്ചാൽ അതിൻ്റെ ചുറ്റും വണ്ടുകൾ ഇങ്ങനെ പാട്ടുപാടി സന്തോഷിക്കുന്നുണ്ട്. തിലകപ്രിയയായ സുന്ദരിയെ, തിലകപ്രിയ പൊട്ടുതൊടുന്നതിൽ വളരെ പ്രിയം ഉള്ളവളായ സീതയെ എവിടെയാണുള്ളതെന്ന് അറിയാമെന്നുള്ള മട്ടിലാണ് ഇവർ ഈ വണ്ടുകൾ പാട്ടുപാടുന്നത് ഈ തിലകത്തിന് ചുറ്റും. അപ്പം എന്തായാലും സീത എവിടെയാണുള്ളത് നിനക്ക് അറിയായിരിക്കും അല്ലേ? അശോകശോകാപനുദ ശോകോപഹത ചേതസം ത്വന്നാമാനം കുരു ക്ഷിപ്രം പ്രിയാ സന്ദർശനാധിമാം. അല്ലയോ അശോകമേ, ശോകം കൊണ്ട് മറയ്ക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ എന്നെ, എൻ്റെ ശോകത്തെ നശിപ്പിച്ച് നിൻ്റെ പേരൊന്ന് നേരെയാക്കൂന്നാണ്. എൻ്റെ ശോകത്തെ നശിപ്പിച്ച് നിൻ്റെ പേരൊന്ന് നേരെയാക്കൂ. അതാണ് ത്വന്നാമാനം ഗുരുക്ഷിപ്രം. നിൻ്റെ പേരൊന്ന് നേരെയാക്കൂ. എന്താ നേരെയാക്കേണ്ടത്? അശോകം എന്നുള്ള പേര്. എങ്ങനെയാണ് അശോകാവണത്? എൻ്റെ ശോകത്തെ നീ ഇല്ലാതാക്കിയാൽ അശോകാവും. ഹേ അശോകമേ, എങ്ങനെ? പ്രിയാ സന്ദർശനാത്, പ്രിയയെ കാണിച്ചു തരൂ. എൻ്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് കാണിച്ചു തരൂ. ക്ഷിപ്രം, വേഗം തന്നെ. അങ്ങനെ എന്നെ ഒന്ന് ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കൂ അശോകമേ. യദി താലത്വയാ ദൃഷ്ട പക്വതാലഫലസ്തനീ കഥയസ്വവരാരോഹാം കാരുണ്യം യദി തേ മയീ. അല്ലയോ പനയോടാണ്. യദി തേ മയി കാരുണ്യം, നിനക്ക് എന്നിൽ എന്തെങ്കിലും കാരുണ്യം ഉണ്ടെങ്കിൽ
പനയോട് പറയുകയാണ്, നിനക്ക് എന്നിൽ എന്തെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ പാകമായ താലഫലം, താലഫലത്തിന് ഇപ്പം എന്താ പറയുക? ഇപ്പം കേരഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ എന്ന് പറയും. അതുപോലെ താലഫലത്തിന് എന്താ പറയുക? പനയിലുണ്ടാവുന്നതിന് പനന്തേങ്ങയോ? അയ്യേ പനക്കൊലയല്ല, നൊങ്ക അതിൻ്റെ ഉള്ളിലുള്ളതാണ്. എന്തൊരു കഷ്ടമാണ്. എന്തായാലും കൊള്ളാം, അത് തന്നെ താലഫലം, അത്രയും ഓർമ്മിച്ചാൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്ത് വേണ്ട അർത്ഥം പറഞ്ഞോളൂ. താലഫലം എന്നുള്ളത് അതേപടി എടുത്തു. പക്വമായ താലഫലത്തിന് തുല്യം മുലകളോടുകൂടിയ സീതയെ എനിക്ക് പറഞ്ഞു തരൂ, എവിടെയുള്ളതെന്ന് പറഞ്ഞു തരൂ. അഥവാ നിനക്ക് എന്നിൽ കാരുണ്യം ഏതെങ്കിലും പ്രകാരം ഉണ്ടെങ്കിൽ. ഇങ്ങനെ കരഞ്ഞ് നടക്കുക രാമൻ ഓരോ മരത്തിൻ്റെ അടുത്തും. നോക്കൂ, യതി ദൃഷ്ടാത്വയാ സീത ജംബുജാംബൂനദപ്രഭാ പ്രിയാം യതി വിജാനീഷേ നിശങ്കം കഥയസ്വമേ. അല്ലയോ ജംബൂമരമേ, ഞാവൽ, അല്ലയോ ഞാവൽ മരമേ, ഉരുക്കിയ സ്വർണം പോലെ ശോഭയോടുകൂടിയ ദേഹകാന്തിയുള്ള സീത നിന്നാൽ കാണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ എന്നോട് പറഞ്ഞു തരൂ. ഉരുക്കിയ സ്വർണത്തിൻ്റെ വർണ്ണത്തോടു കൂടിയവളാണ് സീത. അങ്ങനെയുള്ള സീതയെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറഞ്ഞു തരൂ, മടിക്കണ്ടെന്നാണ് പറയണത്. അഹോത്വം കർണികാരാദ്യ സുപുഷ്പൈ ശോഭസേ ഭൃശം കർണികാരപ്രിയാ സാധ്വി ശംസദൃഷ്ടാ പ്രിയാ യദി. ഹേ കർണികാരമേ, കർണികാരം കൊന്ന, കണിക്കൊന്ന. ഇപ്പോൾ കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന കാലം, ബാക്കിയൊക്കെ ഇപ്പോൾ സീസണലല്ല. ഇതുവരെ പറഞ്ഞവരൊക്കെ മിക്കവാറും എല്ലാ കാലത്തും പൂക്കണതാണ്. പക്ഷെ ഇതല്ല, ഇത് സീസൺ, ഒരൊറ്റ സീസണിൽ മാത്രമേ പൂക്കുള്ളൂ. എന്താ എന്തായാലും അപ്പോൾ എപ്പോഴാണോ കൊന്ന പൂക്കണത് അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. എപ്പോഴാണ് കൊന്ന പൂക്കുന്നേ? വിഷുവിനാ? ഇപ്പോൾ വിഷുവിൻ്റെ ഒക്കെ ഒരു 20 ദിവസം മുമ്പൊക്കെ കൊന്ന പൂത്തിട്ട് വിഷുവൊക്കെ ആകുമ്പോഴത്തേക്ക് പൂ മിക്കവാറും കൊഴിഞ്ഞു പോകുന്നുണ്ട്, അല്ലേ? ശരിയല്ലേ? അതെ, ഒരു മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യമൊക്കെ ആകുമ്പോൾ കൊന്ന പൂക്കുണ്ട്. അപ്പം എന്തായാലും കൊന്ന പൂത്ത് നിൽക്കുന്ന സമയമാണ് ഇത്. അഹോ കർണികാരമേ, അല്ലയോ കണിക്കൊന്ന മരമേ, നീ നല്ല സുപുഷ്പൈഹി ശോഭസേ വൃഷം, ധാരാളം പൂക്കളോട് കൂടി നീ പ്രകാശിക്കുന്നുണ്ടല്ലോ, ധാരാളം പൂക്കളോട് കൂടി നീ പ്രകാശിക്കുന്നുണ്ടല്ലോ. ഉറപ്പാണ് കർണികാരപ്രിയ സാധ്വി ദൃഷ്ടാത്വയ, കർണികാരപ്രിയയായ, കൊന്നപ്പൂ വളരെ ഇഷ്ടമായിട്ടുള്ള സീതയെ നീ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ഇങ്ങനെ പൂത്ത് സന്തോഷമായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ശംസ പറഞ്ഞു തരൂ, എവിടെയാണുള്ളത് സീത? ചൂതനീപമഹാശാലാൻ പനസാൻ കുരവാൻസ്തഥാ ദാഡിമാനപി താൻ ഗത്വാ ദൃഷ്ട്വാ രാമോ മഹായശാഃ മല്ലികാ മാധവീശ്ചൈവ ചമ്പകാൻ കേതകീസ്തഥാ പൃച്ഛൻ രാമോ വനേ ഭ്രാന്ത ഉന്മത്ത ഇവ ലക്ഷ്യതേ. രാമൻ കാട്ടിൽ ഉന്മത്തനെ പോലെ, ഭ്രാന്തൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വാൽമീകി. ഭ്രാന്ത ഇവ, ഭ്രാന്തനെ പോലെ, ഉന്മത്ത ഇവ, ഉന്മത്തനെ പോലെ രാമൻ കാണപ്പെടുകയാണ് കാട്ടിൽ. എന്നിട്ട് എന്താ ചെയ്യണത്? ചൂതവൃക്ഷത്തിൻ്റെ അടുത്ത്, ചൂതം മാവ്, മാവ്, നീപം കടമ്പ്, മഹാസാലാൻ, മഹാസാലാൻ സാലവൃക്ഷം, സാലം, സാലം എന്താ? സാലം പൈൻ, പൈൻ മരങ്ങൾ, പൈൻ മരങ്ങൾ.
പനസാൻ, പനസങ്ങളെ, ചക്ക, പ്ലാവ്, പ്ലാവ്. കുരവങ്ങൾ, കുറിഞ്ഞി. ദാടിമാൻ, ദാടിമങ്ങൾ, ഉറുമാമ്പഴം, ഉറുമാമ്പഴം. മല്ലിക, മുല്ലവള്ളി, മുല്ലവള്ളികൾ. മാധവി, മാധവി മുല്ലാന്യ, വേറൊരു വർഗത്തിൽപ്പെട്ട മുല്ലാന്നേ ഉള്ളൂ. ചെമ്പകം, ചെമ്പകങ്ങളെ. കേതകി, കൈത. കൈതയൊക്കെ തോടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും, കാട്ടിലാവുമ്പോൾ നനഞ്ഞടുത്തൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ മരങ്ങളെടുത്തും പോയി രാമൻ ചോദിക്കുക സീതയെ. ഒരു മരത്തെ ഒഴിവാക്കിയില്ല, എല്ലാ മരങ്ങളെടുത്ത് ഓടിപ്പോയി സീതയെ കണ്ടോ 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 എന്ന് ചോദിക്കുകയാണ് ഭ്രാന്തനെ പോലെ. അഥവാ മൃഗശാഭാക്ഷിം മൃഗജാനാസി മൈഥിലിം മൃഗവിപ്രേക്ഷണേ കാന്ത മൃഗേഭി സഹിത ഭവേത്. ഹേ മാനെ, മാനിൻ്റെ അടുത്ത് പോയി. ചെടിയൊക്കെ കഴിഞ്ഞു, മരങ്ങൾ കഴിഞ്ഞു, ഇനി ജന്തുക്കളെടുത്താണ്. മാനിൻ്റെ അടുത്ത് പോയിട്ട് രാമൻ ചോദിക്കുകയാണ്, അല്ലയോ മാനെ, മൃഗശാഭാക്ഷ്യം, മാനിനെ പോലെ ചപലമായ കണ്ണുകളോട് കൂടിയ സീതയെ കണ്ടോ? എന്താ കാരണം? മൃഗിഭി സഹിത ഭവേത്. ഇടയ്ക്കിടയ്ക്ക് മാൻകൂട്ടത്തെ കാണാൻ വേണ്ടി സീത പോവാറുണ്ട്. അതാണ് സീതയ്ക്ക് അപകടമായതും. മാനിലുള്ള ഒരു ആകർഷണമാണ് അപകടമായതും, അത് വേറെ വിഷയം. പക്ഷെ മാൻകൂട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ സീത കാണാൻ പോവാറുണ്ട്. അതുകൊണ്ട് മാനിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയോ എവിടെയെന്ന്? ഗജസ ഗജനാസൂരു യതി ദൃഷ്ടാത്വയാ ഭവേത് താം മന്യേ വിദിതാം തുഭ്യം ആഖ്യാഹി വരവാരണ. ആനയുടെ അടുത്ത് പോയി രാമൻ, കാട്ടാനയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഏ ഗജ, അല്ലയോ ആനേ, യതി ദൃഷ്ടാ സാ ത്വയാ, നിന്നാൽ അവൾ കാണപ്പെട്ടോ? ആര്? ഗജനാസോരു, തുമ്പിക്കൈ പോലെയുള്ള തുടകളോട് കൂടിയവൾ. ഗജനാസം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ, തുമ്പിക്കൈ പോലുള്ള ഉരുക്കളോട് തുടകളോട് കൂടിയവളായ സീത നിന്നാൽ കാണപ്പെട്ടോ? താൻ മന്യേ വിദിത, അവളെ മനസ്സിലാക്കിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിനക്കറിയാം അവൾ എവിടെയുള്ളതെന്ന്. ഞാൻ പറഞ്ഞു തരൂ. ഹേ ഗജ, ശാർദൂലയതി സാ ദൃഷ്ട പ്രിയാ ചന്ദ്രനിഭാനന മൈഥിലീ മമ വിശ്രബ്ധ കഥയസ്വന തേ ഭയം. ശാർദൂല, കടുവ, അല്ലയോ കടുവേ, നീ കണ്ടോ സീതയെ? ചന്ദ്രനിഭാനന, ചന്ദ്രന് തുല്യം മുഖത്തോടു കൂടിയ സീത നിന്നാൽ കാണപ്പെട്ടോ? യതി ദൃഷ്ട വധ, ഒട്ടും സങ്കോചമില്ലാതെ എന്നോട് പറഞ്ഞു തരൂ. കഥയസ്വ, കഥയസ്വ, ഒന്ന് പറഞ്ഞു തരൂ. കിം ധാവസി പ്രിയേ നൂനം ദൃഷ്ടാസി കമലേക്ഷണേ വൃക്ഷൈരാച്ഛാദ്യജാത്മാനം കിം മാം ന പ്രതിഭാഷസേ. പിന്നെ ഒച്ചത്തിൽ വിളിക്കുകയാണ് രാമൻ, ഹേ പ്രിയേ. മൃഗങ്ങളോട് ചോദിക്കുകയല്ല, ഒക്കെ നിർത്തി, നേരിട്ട് വിളിക്കുക സീതയെ. പ്രിയേ, കമലേക്ഷണേ, അല്ലയോ താമരക്കണ്ണുകളോട് കൂടിയവളെ. ന്യൂനം ദൃഷ്ടഹാസി, ദൃഷ്ടാസി, നീ ഇപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്, ഏതോ മരത്തിൻ്റെ മറവിലോ എവിടെയോ ഒളിച്ചിരുന്ന് നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം. കിംന ധാവസി, നീ എന്താ ഓടി വരാത്തത്? എവിടെ ദൂരെ നിന്ന് ഒളിച്ച് നീ എന്നെ നോക്കണുണ്ടെന്ന് എനിക്കറിയാം. എന്താ അടുത്ത് വരാത്തത്? ഓടി വരൂ.
വൃക്ഷൈഹി ആത്മാനം ആച്ഛാദ്യ മാംച കിം പ്രതിഭാഷസേന. വൃക്ഷങ്ങളെ കൊണ്ട് സ്വയം മറഞ്ഞിരുന്ന് നീ എന്നോട് മറുപടി പറയാത്തത് എന്താണ്? നിന്നന്വേഷിച്ചല്ലേ ഞാൻ ഈ കാട്ടിലൊക്കെ ഓടുന്നത്. തിഷ്ഠ തിഷ്ഠ വരാരോഹേ ന തേസ്തി കരുണാമയേ നാത്യർത്ഥം ഹാസ്യശീലാസി കിമർത്ഥം മാമുപേക്ഷസേ. ഹേ വരാരോഹേ, അല്ലയോ സുന്ദരിയായവളെ, തിഷ്ഠ തിഷ്ഠ, നിൽക്കവിടെ. നീ ദൂരേക്ക് ഓടിപ്പോവല്ലേ. തേ മൈ കരുണ നാസ്തി, നിനക്ക് എന്നിൽ യാതൊരു കാരുണ്യവുമില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ദുഃഖിച്ചിട്ടാണ് നിന്നെ അന്വേഷിക്കുന്നത്. എന്നിട്ട് നീ എന്താ അടുത്ത് വരാണ്ട് ഓടിപ്പോണത്? നാത്യർത്ഥം ഹാസ്യശീലാസി, നീ അത്യർത്ഥം ഹാസ്യശീലയാകുന്നുവോ? എന്നുവെച്ചാൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുക. ഈ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒളിച്ചിരിക്കാറില്ല. അയാൾ നല്ലോണം പരിഭ്രമിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി മുന്നോട്ട് വീഴും. അങ്ങനെ വെച്ചാൽ മുന്നേ ചാടി വരാനുള്ള സമയമായി. ഇനിയും ഒളിച്ചിരിക്കല്ലേ എന്നാണ് പറയുന്നത്, ഇനിയും കളിപ്പിക്കല്ലേ. കിമർത്ഥം മാമുപേക്ഷസേ, നീ എന്താണ് എന്നെ ഉപേക്ഷിക്കണത്? പീതകൗശേയകേനാസി സൂചിതാവരവർണിനി ധാവന്ത്യപി മയാ ദൃഷ്ട തിഷ്ഠയദ്യസ്തി സൗഹൃദം. ഹേ വരവർണിനി, അല്ലയോ ശ്രേഷ്ഠമായ ശരീരവർണ്ണത്തോടു കൂടിയവളെ, പീതകൗശേയകേന സൂചിതാസി, നിൻ്റെ മഞ്ഞപ്പട്ടുകൊണ്ട് നിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നീ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. അതിപ്പോൾ രാമൻ കള്ളം പറഞ്ഞു എന്നാരും പറഞ്ഞേക്കരുത്. അതൊക്കെ കളിയിൽ അങ്ങനെയൊക്കെ പറയാം. അത് കളിക്കുമ്പോൾ, ഒളിച്ച് കളിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, നിന്നെ ഞാൻ കണ്ടു എന്നൊക്കെ പറയും, കാണാതെ തന്നെ പറയും. ഇല്ല ഇല്ല ഒളിച്ച് കളിക്കുമ്പോൾ അങ്ങനെ പറയാറില്ല. നിന്നെ ഞാൻ കണ്ടു, ഇനി ഓടി വന്ന് കഴിഞ്ഞാൽ അപ്പോൾ തോറ്റു. അതാണ്, അതുപോലെയാണ്. നിന്നെ ഞാൻ കണ്ടിരിക്കുന്ന. ഇനി രാമൻ കള്ളം പറഞ്ഞു എന്നാരും പറഞ്ഞേക്കരുത്, കാരണം നിന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്നാൽ കാണപ്പെട്ടിരിക്കുന്നു മഞ്ഞ വസ്ത്രം കൊണ്ടുവന്ന. അപ്പോൾ ദൂരെ മഞ്ഞ പൂക്കൾ ധാരാളം ഉണ്ടാവും. ആ മഞ്ഞപ്പൂക്കൾ കണ്ടപ്പോൾ രാമൻ പറയുകയാണ്, ആ മഞ്ഞ കൊണ്ട് എനിക്കറിയാം എന്ത്, അത് നീയാണെന്നുള്ളത്. അപ്പോൾ രണ്ടർത്ഥം അവിടെ വരും. സൗഹൃദം യതി അസ്തി ചേത് തിഷ്ഠ, എന്നോട് സൗഹൃദമുണ്ടെങ്കിൽ നീ അവിടെ നിൽക്ക്, ഓടിപ്പോലെ, ഒളിക്കല്ലേ. നൈവ സാനൂനമഥവാ ഹിംസിതാചാരുഹാസിനി കൃച്ഛ്രം പ്രാപ്തം ന മാം നൂനം യഥോപേക്ഷിതുമർഹതി. ഉടനെ രാമൻ്റെ ഭാവം മാറി, വീണ്ടും മാറി. ഇത്രയും സീത ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞ്. പെട്ടെന്ന് രാമൻ പറയുകയാണ്, ഏയ് അവൾ എന്ത് തന്നെയാണെച്ചാലും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. യാതൊരു സംശയമില്ല, സീത കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? അല്ലെങ്കിൽ ഇത്രയും ദുഃഖിതനായിരിക്കുന്ന എന്നെ കണ്ടിട്ടും അവൾ വരാതിരിക്കുന്നും ഇല്ല. ഇത്രയും ദുഃഖിതനായിരിക്കുന്ന എന്നെ കണ്ടിട്ടും അവൾ വരാതിരിക്കുകയില്ല. അതുകൊണ്ട് അവൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹിംസിത വ്യക്തം സാ ഭക്ഷിതാ ബാല രാക്ഷസൈ പിശിദാശനൈ വിഭജ്യാംഗാനി സർവാണി മയാ വിരഹിത പ്രിയ. വ്യക്തം, ഒരു സംശയമില്ല, ഇറച്ചി കഴിക്കുന്നവരായ രാക്ഷസന്മാരാൽ അവൾ ഭക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ ഓരോ അംഗത്തെയും വിഭജിച്ച് അവർ തിന്നിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. നൂനം തച്ഛുഭദന്തോഷ്ഠം സുനാസം ശുഭകുണ്ടലം പൂർണ്ണചന്ദ്രമിവഗ്രസ്തം മുഖം നിഷ്പ്രഭദാം ഗതം ഭക്ഷിതം ഭയശീലാക്ഷം സാസ്രപാദാവിലേക്ഷണം സാഹി ചമ്പകവർണാഭ ഗ്രീവാഗ്രൈവേയശോഭിത കോമളാവിലപന്ധ്യാസ്തു കാന്തായാ ഭക്ഷിതാ ശുഭാ. രാമൻ അത്യന്ത വ്യാകുലനാവുകയാണ്. അത്യന്ത വ്യാകുലനായിട്ട് പറയുന്നു, നല്ല ഭംഗിയുള്ള പല്ലുകളും ചുണ്ടുകളും
നല്ല മനോഹരങ്ങളായ മൂക്കുകളും അഴകാർന്ന നല്ല ഭംഗിയുള്ള കർണാഭരണങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇതൊക്കെ സൗന്ദര്യത്തിൻ്റെ ഭാവങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടെങ്കിലും രാഹുഗ്രസ്തമായ ചന്ദ്രനെ പോലെ നിഷ്പ്രഭമായ ആ മുഖം, സഹസ്രപാദാവിലക്ഷണം, ധാരധാരയായി കണ്ണീര് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖം, ഭയശീലാക്ഷം, അങ്ങേറ്റം ഭയത്തോടു കൂടിയ കണ്ണുകളോടുകൂടിയ ആ മുഖം, ഭക്ഷിതം, ആ മുഖം ഏതോ രാക്ഷസൻ തിന്നു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള മുഖം ഒരു രാക്ഷസൻ തിന്നു കഴിഞ്ഞു, വിഴുങ്ങിക്കഴിഞ്ഞു. പിന്നെയോ ചെമ്പകപ്പൂവിന് തുല്യം നിറമുള്ള ശോഭയാർന്ന കഴുത്ത്, കോമളമായ കഴുത്ത്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വേറൊരാളാൽ ഭക്ഷിത, വിഴുങ്ങപ്പെട്ടു. ഇത് സാധാരണ വികാരം തന്നെയല്ലേ ഇതിപ്പോൾ. രാമൻ്റെ മനുഷ്യാവതാരമല്ലേ, അല്ലെങ്കിൽ രാമൻ്റെ മാനുഷഭാവമല്ലേ വാൽമീകി വർണ്ണിക്കണത്? അല്ല, രാമൻ്റെ മാനുഷഭാവമാണല്ലോ വാൽമീകി വർണ്ണിക്കുന്നത്. അത് ആരംഭം മുതൽ ആവർത്തിച്ച് പറഞ്ഞ വിഷയമല്ലേ. ഇത് പഠിക്കുമ്പോൾ അധ്യാത്മരാമായണം തലയിൽ വരരുത്, അവിടെയാ കുഴപ്പം. വാൽമീകി രാമായണം പഠിക്കുമ്പോൾ അധ്യാത്മരാമായണം തലയിൽ വരാൻ പാടില്ല. നൂനം വിക്ഷിപ്യമാണൗ തൗ ബാഹു പല്ലവ കോമളൗ ഭക്ഷിതൗ വേപമാനാഗ്രൗ സഹസ്താഭരണാംഗദൗ. വിറച്ച് വിടർന്നു നിൽക്കുന്നതും, വിറച്ച് വിടർന്നു നിൽക്കുന്നതും വള, തോൾവള എന്നിവ അണിഞ്ഞതുമായ ആ രണ്ട് കൈകളും രണ്ടും ഭക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് വിടർന്നു നിൽക്കുന്നേ? രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു വഴിയില്ലാതെ കൊല്ലാൻ ആൾ വരുന്ന സമയത്ത് നമ്മളെ കൈ വിടർത്തി അരുതെന്ന് പറയാറുണ്ട്. ആ സമയത്ത് തന്നെ കൈ മുറിച്ച് തിന്നു കഴിഞ്ഞു, ഉറപ്പാ. രണ്ട് കൈയും തിന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളയൊക്കെ അടക്കാ കഴിച്ച്. രാക്ഷസന്മാരല്ലേ, അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. മയാ വിരഹിത ബാല രക്ഷസാം ഭക്ഷണായ വൈ ഹാ ലക്ഷ്മണ മഹാബാഹോ പശ്യസി ത്വം പ്രിയാം ക്വചിത്. അയ്യോ, എന്നാൽ കൂടാതെ ഞാൻ കൂടെ ഇല്ലാത്ത സമയത്ത് ഭക്ഷണമായി തീർന്നല്ലോ അവള്. അല്ലയോ ലക്ഷ്മണ, നീ എവിടെയെങ്കിലും കാണുന്നുണ്ടോ സീതയെ? അപ്പോൾ ലക്ഷ്മണനും അന്വേഷിച്ച് നടക്കാമെന്ന് മനസ്സിലാക്കണം. രാമനും അന്വേഷിച്ച് നടക്കാണ്ട് ലക്ഷ്മണനും അന്വേഷിച്ച് നടക്കാണ്. അപ്പോൾ രാമൻ വിളിച്ചു ചോദിക്കുക, ലക്ഷ്മണ നീ എവിടെയെങ്കിലും കാണുന്നുണ്ടോ സീതയെ? ഹാ പ്രിയേ ക്വഗദാ ഭദ്രേ ഹാ സീതേതി പുനഃ പുനഃ ഇത്യേവം വിലപൻ രാമ പര്യധാവദ്വനാദ്വനം. ക്വചിത് ഭ്രമദേ ക്വചിദുദ്ഭ്രമദേ വേഗാത് ക്വചിദ് വിഭ്രമദേ ബലാത് ക്വചിദുന്മത്ത ഇവാഭാതി കാന്താന്വേഷണ തൽപരഃ. ഹേ സീതേ, പ്രിയേ, ഭദ്രേ, നീ എവിടെ പോയി എന്ന് വീണ്ടും വീണ്ടും വിളിച്ച് കരഞ്ഞുകൊണ്ട് രാമൻ ആ കാട്ടിലുടനീളം ഓടി. ചിലപ്പോൾ ഭ്രാന്തനെ പോലെ, ചിലപ്പോൾ കാലിടറി തെന്നി വീഴുന്ന പോലെ, ചിലപ്പോൾ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന പോലെ ഒക്കെ പത്നിയെ അന്വേഷിക്കുന്നതിൽ രാമൻ വ്യാപൃതനായി. സവനാനി നദീശൈലാൻ ഗിരിപ്രസ്രവണാനി ച കാനനാനി സ്മവേഗേന ഭ്രമത്യപരിസംസ്ഥിതഃ. ആ രാമൻ വനങ്ങളെയും നദികളെയും പർവ്വതങ്ങളെയും പ്രസ്രവണങ്ങൾ, അരുവികളെയും ഒക്കെ വളരെ വേഗത്തിൽ ഒരു നിമിഷം വിശ്രമിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി.
തഥാ സ ഗത്വാ വിപുലം മഹദ്വനം പരിത്യ സർവം ത്വഥ മൈഥിലീം പ്രതി അനിഷ്ഠിതാശ സ ചകാര മാർഗണേ പുനഃ പ്രിയായ പരമം പരിശ്രമം. സഹ മൈഥിലീം പ്രതി വിപുലം വനം സർവം ഗത്വ. ആ രാമൻ മൈഥിലിയ സീതയെ അന്വേഷിച്ചുകൊണ്ട് വിശാലമായ ഇരുണ്ട ആ കാട്ടിൽ മുഴുവൻ സഞ്ചരിച്ചു. അനിഷ്ഠിതാശ, ആശ നടക്കാത്തവനായി തീർന്നു. എന്നുവെച്ചാൽ സീതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുനഃ പ്രിയായാഹ മാർഗണേ പരിശ്രമം ചകാര, പിന്നെയും അന്വേഷിക്കാൻ തുടങ്ങി. ഇത്രയ്ക്കൊക്കെ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാതെ പിന്തിരിയാതെ പിന്നെയും അന്വേഷിക്കാൻ തുടങ്ങി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ ഷഷ്ടിതമഃ സർഗഃ. ഇപ്രകാരം ഋഷിപ്രോക്തമായ ശ്രീമദ് രാമായണത്തിൽ, വാൽമീകീയത്തിൽ, ആദികാവ്യത്തിൽ, ആരണ്യകാണ്ഡത്തിൽ 60-ാമത്തെ സർഗം സമാപിച്ചു. 61 നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം.